ആളുകളെ നിറത്തിന്റെയും രൂപത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് കളിയാക്കുന്നത് കുറ്റകരാണ്. ഇയാളിപ്പോ രശ്മിയുടെ രൂപത്തെയാ കളിയാക്കിയത്. അത് ബോഡി ഷേമിംഗാ. ബോഡി ഷേമിങ്ങിന് കേസ് കൊടുത്താ ഇയാള് ജയിലിൽ പോയി കിടക്കും. അല്ല, ഞാൻ തന്നെ. പ്രായപൂർത്തിയായ പെൺകുട്ടികളല്ലേ ഇവര്. ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങള് ഇവരുടെ ഇഷ്ടത്തിന് പർച്ചേസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ഇല്ലാന്ന് വെച്ചാ അത് കഷ്ടല്ലേ? ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവർക്കുണ്ട്. എന്നാ അത് പോരാ. എല്ലാ കാര്യങ്ങളിലും ഇവരുടെ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കണം. ഇന്നു മുതൽ ഇവർക്ക് വേണ്ടത് ഇവര് തന്നെ വാങ്ങിക്കോട്ടെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇങ്ങനെ തലയാട്ടിയാ പോരാ. അതെ, പാറു പറഞ്ഞത് ശരിയാണ്. എന്തായാലും പാറുന്റെ വരവോടെ ഏട്ടനാകെ മാറിപ്പോയി. ഇപ്പോഴത്തെ ഏട്ടന് അടിപൊളി. അപ്പൊ ഇതുവരെ ഞാൻ കൊള്ളില്ലായിരുന്നു അല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഞങ്ങൾ ഏട്ടനെന്ന് ഞങ്ങൾക്ക് അടിപൊളിയാ. ഇപ്പൊ അത് കൂടി. സൂപ്പർ, അടിപൊളി. അല്ല, ഷോപ്പിംഗ് മാത്രമേ ഉള്ളോ? അല്ലല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോവും, നല്ല ഹോട്ടലിന് ഫുഡ് കഴിക്കും, ബീച്ചിൽ പോവും. അങ്ങനെ അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. സിനിമ ലാലേട്ടന്റെ മതി. ആയിക്കോട്ടെ, കുഞ്ഞിക്ക് ഇഷ്ടമുള്ള പോലെ ലാലേട്ടന്റെ സിനിമ തന്നെ കാണിക്കാം. ഏട്ടന് മമ്മൂട്ടിയുടെ സിനിമ ഇഷ്ടം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇന്ന് മുതൽ ഏട്ടന്റെ ഇഷ്ടത്തിനല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം. അല്ല, നമ്മൾ എല്ലാരും കൂടി എങ്ങനെ പോകും ഏട്ടാ? എന്ന ജീപ്പ്? ജീപ്പ് ഒന്നും വേണ്ട, നമ്മൾ രണ്ടാളും ബൈക്കിൽ പോവും. ഇവർ ഓട്ടോയിൽ വന്നോട്ടെ. ഓക്കെ അല്ലേ? പിന്നെ ഈ കടയില് നല്ല തിരക്കുള്ള സാ, പോയിട്ട് പെട്ടെന്ന് വരണം. ഏയ് ഗിരേട്ടാ, പോയിട്ട് പെട്ടെന്ന് വരലൊന്നും നടക്കൂല. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ട് പതുക്കെ വരുള്ളൂ. ഏട്ടന് സൂപ്പർ മാർക്കറ്റേ ഇന്നലെ ദിവസത്തേക്ക് സോമു ഏട്ടൻ നോക്കിക്കോളും. അത് പിന്നെ അവിടെ അത് മതി. ആരാ? പത്മനാഭൻ സാറല്ലേ? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു. മുതലാളി ഉണ്ട്, വിളിക്കാം. മുതലാളിയെ കാണാൻ വന്നതാ. ആരാ? മനസ്സിലായില്ല. ഞാൻ അലക്സ് മാത്യു, മിനിസ്റ്റർ പാലോട് സഹദേവന്റെ സുഹൃത്ത്. ഞാൻ വന്നത് സാറുമാര് ബിസിനസ് ഡീൽ സംസാരിക്കാനാ. സാർ അകത്തേക്ക് വരൂ. പറയൂ സാർ. നേരിൽ കാണുന്നത് ഇന്നാണെങ്കിലും പത്മനാഭൻ സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ദ ലിവിംഗ് ഡൈറ്റി ഓഫ് കരുതീലിക്കാവ്. കണ്ടമാനം സ്വത്തുക്കള് എനിക്കുണ്ടായിട്ടെന്താ കാര്യം? മോക്ഷപ്രാപ്തി കിട്ടണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ആനപ്പുറത്ത് അമ്പാരി കയറി നടന്നാലും 6 അടി മണ്ണിൽ ഒതുങ്ങുമ്പോ കർമ്മത്തിന്റെ കണക്ക് പുസ്തകം മാത്രമേ കൂടെ കാണൂ. ശരിയല്ലേ? അതെ. ആ ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് കരിനീലി കാവുകാരെ ഞാൻ നിർലോഭം സേവിക്കുന്നു. അവരെന്നെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്നു. ഈ ആരാധനയെല്ലാം വന്നു ചേരുന്നത് സാക്ഷാൽ പരബ്രഹ്മത്തിലാണെന്ന് മാത്രം.
അമ്പിളിയേട്ടൻ എന്താ വരാത്തെ? ഇപ്പൊ വരും കേട്ടോ. എത്ര സമയമായി? റാണി, എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട കുറേ ഫുഡ് കഴിക്കണം. അതൊക്കെ വാങ്ങാം കേട്ടോ. ദാ, വന്നു. അതെ, എല്ലാരും കൂടെ ഈ ഓട്ടോ കയറൂല. ഏ? ഇതിപ്പോ ടോട്ടൽ 5 പേരുണ്ടല്ലോ. 5 പേരും കൂടെ എങ്ങനെ ഇതിനകത്ത് കയറും? ഞങ്ങൾ 5 പേരൊന്നും ഇല്ല മാഷേ. ഞങ്ങൾ ആകെ 4 പേരേ ഉള്ളൂ. ഏട്ടനും ഏട്ടത്തിയും ബൈക്കിലാ വരുന്നേ. മതിയല്ലോ, നിങ്ങൾ 4 പേരും മതിയല്ലോ. രശ്മിയും കൂടെ ചേർത്തല്ലേ 4 പേര്. അതെ, അതിനെന്താ കുഴപ്പം? രശ്മി മാത്രം തന്നെ 40 പേരുടെ എഫക്ട് ഉണ്ടല്ലോ. ഏയ്, എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ഏയ് അമ്പിളി ചേട്ടൻ പറയുന്നത് ഞാൻ കേട്ടതാ. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു, അമ്പിളി ചേട്ടൻ പറഞ്ഞു. ഞാനത് കേട്ടതാ. ഇല്ല. എനിക്ക് 40 പേരുടെ എഫക്റ്റ് ആണല്ലേ? ഞാൻ പറഞ്ഞില്ല. എനിക്ക് 40 പേരുടെ എഫക്റ്റാ. ചേട്ടൻ ചുമ്മാ ഇരിക്ക്. എന്താ പ്രശ്നം? എന്താ ഏട്ടാ, ഈ അമ്പിളി ചേട്ടൻ എന്നെ കളിയാക്കുക. എന്ത് വിളിയേക്ക്? എനിക്ക് 40 പേരുടെ ഭാരാന്ന്. നീ അങ്ങനെ പറഞ്ഞ് ഇവളെ കളിയാക്കിയോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഗിരിയേട്ടാ. കളിയാക്കിയിട്ട് പറഞ്ഞില്ലെന്ന് കള്ളം പറയുന്നോ? ദാ, നീ ശരിക്കും കളിയാക്കിയോ? അറിയാതൊന്ന് പറഞ്ഞു പോയി, വിട്ടുകളാ. ആഹാ, ഇത് അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ലേ? ഇവിടെ നിക്ക്, പറഞ്ഞിട്ട് പോയാ മതി. ഇതങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. ആ, അതെ, ഇമ്മാതിരി തമാശയൊന്നും അനുവദിക്കാൻ പറ്റില്ല. ആളുകളെ നിറത്തിന്റെയും രൂപത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് കളിയാക്കുന്നത് കുറ്റകരമാണ്. ഇയാളിപ്പോ രശ്മിയുടെ രൂപത്തെയാ കളിയാക്കിയത്. അത് ബോഡി ഷേമിംഗാ. ബോഡി ഷേമിങ്ങിന് കേസ് കൊടുത്താ ഇയാള് ജയിലിൽ പോയി കിടക്കും. കേസ് കൊടുക്കട്ടെ? കൊടുക്കട്ടെ എന്ന്. എന്റെ പൊന്ന് ഗിരിയേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു നാവ് പിഴ, എന്നോട് ക്ഷമിക്കണം. ഇതിന്റെ പേരിൽ കേസൊന്നും കൊടുത്തേക്കല്ലേ. എടാ, ഇതില് അതെ. ശരിക്കും ഇയാളോട് ക്ഷമിക്കേണ്ടത് ഞങ്ങളൊന്നുമല്ല, രശ്മിയാ. ഇവളോട് മാപ്പ് ചോദിക്ക്. ഇവള് മാപ്പ് തന്നാ കേസിൽ നിന്ന് ഒഴിവാക്കാം. ഗിരിയേട്ടാ, പറഞ്ഞു കേട്ടില്ലേ? മാപ്പ് പറഞ്ഞു. ഉം. ഉം. മാപ്പ് രശ്മി, മാപ്പ്. വെറുതെ മാപ്പ് ചോദിച്ചാ പോരാ, ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല എന്നുകൂടി പറയണം. ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല. കരിനീലിക്കാവിലെ അമ്മയാണ് സത്യം.